വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തുകയാണ് പോലീസിന്റെ മുന്നിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. ഗുരുതരമായി പരുക്കേറ്റ പ്രതിയുടെ മാതാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി അഫാനെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക പോലീസ് സെല്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. ഒപ്പം മെഡിക്കൽ കോളേജിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഡാൻ കുര്യനും വിവരങ്ങൾ നൽകും. ആദ്യം അന്വേഷണ വിവരങ്ങളിലേക്ക്. വിനോദ്, എന്താണ് ഇപ്പോൾ അന്വേഷണത്തിൽ പോലീസ് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയായ എന്താണ് കാരണമെന്നത്, അതിലേക്ക് വെളിച്ചം വീശുന്ന എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ പോലീസിന്? സാമ്പത്തിക കാരണങ്ങൾ തന്നെയാണ് ഇതിനടിസ്ഥാനമെന്ന ഒരു വിലയിരുത്തലിലേക്കാണ് പോലീസ് പോകുന്നത്. പക്ഷേ ഇനിയും മൊഴികളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. പ്രതിയുടെ മാതാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ബോധം വന്നിട്ടുണ്ട്, പക്ഷേ പോലീസിന് മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് അവരുടെ ആരോഗ്യം എത്തിയിട്ടില്ല. ഈ പ്രതി കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയുണ്ട്. പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴിയുണ്ട്. ഇതിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് പിതാവിന്റെ സാമ്പത്തിക ബാധ്യത. സൗദിയിൽ ബിസിനസ് നടത്തുകയും അവിടെ ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ സാമ്പത്തികമായി ബിസിനസ് തകരുകയും ചെയ്തു. ആ ഒരു ബുദ്ധിമുട്ട് കുടുംബാംഗങ്ങളോട് ഇതിൽ പണം ചോദിച്ചിട്ട് സഹായിക്കുന്നില്ല എന്ന കാര്യം. അതിനപ്പുറത്തേക്ക് ഈ 23 വയസ്സുകാരന് മറ്റ് ജോലികളൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയി വന്നതൊഴിച്ചാൽ അതിനു മുൻപ് ചെറിയ ചില ജോലികൾ ചെയ്തതൊഴിച്ചാൽ ഇപ്പോൾ ജോലിക്കൊന്നും പോകാതെ നിൽക്കുന്ന ഒരാളാണ്. പ്രണയമുണ്ട്, വിവാഹം കഴിക്കണമെന്ന ആവശ്യം വീട്ടിൽ പറയുന്നു. ഈ പെൺകുട്ടിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ശേഷമാണ് ആ പെൺകുട്ടിയെയും കൊലപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ. പിതാവിന്റെ അമ്മയിൽ നിന്ന് നേരത്തെ കമ്മൽ വാങ്ങി പണയം വെച്ചിരുന്നു. ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണയ സ്ഥാപനത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ്. അതോടൊപ്പം തന്നെയാണ് വീണ്ടും അവരിൽ നിന്ന് സ്വർണ്ണമാല ആവശ്യപ്പെടുകയും അത് നൽകാൻ കഴിയില്ല എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തത്. ഇത് ഈ പ്രതിയുടെ പിതാവിന്റെ മൂത്ത സഹോദരന് ഈ പിതാവിന്റെ അമ്മ നൽകി എന്ന ഒരു സംശയം, അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലത്തീഫിന്റെ വീട്ടിലെ കൊലപാതകം. ലത്തീഫിനെയും ഭാര്യയുമാണ് കൊല്ലുന്നത്. ഈ പ്രതിയുടെ പിതാവിന്റെ സഹോദരനാണ് ലത്തീഫ്. ആ വീട്ടിൽ ഈ കൊലപാതകം നടത്തിയ ശേഷം അവിടെ അലമാര കുത്തി തുറക്കാനുള്ള ശ്രമമുണ്ടായി. അതായത് ഈ സ്വർണ്ണമാലയോ പണമോ മറ്റോ ഇതിനകത്തുണ്ടോ എന്നൊരു സംശയം നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി തുടർച്ചയായി പ്രതി മദ്യപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. തുടർച്ചയായി ദിവസങ്ങളിൽ മദ്യപിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇനി പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് പുറത്തുവരൂ. നെടുമങ്ങാട് ഡിവൈഎസ്പി ഇക്കാര്യത്തിൽ പറഞ്ഞത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചു എന്നതാണ്. അതായത് ഈ കൊടും കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ലഹരിയുടെ സ്വാധീനമുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം മഞ്ജുഷ, നമ്മൾ ഈ ഒരു കൊലപാതക പരമ്പര നോക്കുമ്പോൾ സാധാരണ ഹൃദയമുള്ള ഒരു മനസ്സുള്ള ഒരാളിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തുടരെ കുടുംബാംഗങ്ങളായ ആളുകളെ, പ്രണയിച്ച പെൺകുട്ടിയെ, ഇവരെല്ലാം തന്നെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇയാൾ പോയത്. ഇയാളുടെ മനോനില അത് ലഹരിക്കടിപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോകേണ്ടി വരുന്നു. ഇനി പ്രതിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ചികിത്സയുമായി സഹകരിക്കുന്നില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ വ്യക്തമാക്കിയതാണ്. ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നത് അത് കൃത്യമായി നോക്കുന്നു. ആദ്യം അമ്മൂമ്മയെയാണ് കൊലപ്പെടുത്തുന്നത്. തുടർന്ന് ഈ പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് വന്ന് അവരെ കൊലപ്പെടുത്തുന്നു. പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ കൊലപാതകം നടത്തുന്നു. ആദ്യം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷമാണ് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ഇത്തരത്തിൽ ഈ പ്രതി ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു 10 മണി മുതൽ, കഴിഞ്ഞ ദിവസം 10 മണി മുതൽ 6 മണി വരെ ഉള്ളൊരു സമയത്തിനിടയിലാണ് 25 കിലോമീറ്ററോളം ബൈക്കിൽ സഞ്ചരിക്കുന്നു. ഇതിൽ വസ്ത്രം മാറുന്നുണ്ട്, ഇടയ്ക്ക് അനുജന് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നുണ്ട്, കാമുകിയെ അവരുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടവേളകളിൽ കൊലപാതകങ്ങൾ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ പ്രതി എത്തിയത് തീർച്ചയായും ലഹരിയുടെ ഉപയോഗം. എന്താണ് ഇതിന്റെ കൃത്യമായ കാരണമെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘവും ഇതിനുവേണ്ടി രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇതിൽ 2 കാര്യങ്ങൾ കൂടി നിർണായകമാവുകയാണല്ലോ. അഫാന്റെ, പ്രതിയുടെ അമ്മയുടെ ആരോഗ്യനില, അമ്മയിൽ നിന്ന് വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ. അതേപോലെ തന്നെ പ്രതിയുടെ ആരോഗ്യനിലയിലും അതിലും ഇപ്പോൾ ഒരാശങ്ക നിലനിൽക്കുന്നുണ്ടല്ലോ. പൂർണ്ണമായിട്ടും അപകടനില തരണം ചെയ്തതായി പറയുന്നുണ്ടോ?
അഫാന്റെ ഈ ഒരു ക്രൂരമായ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലീസിന് മുമ്പിൽ അവശേഷിക്കുന്ന ഏക ഒരു കക്ഷിത്തുരുമ്പെന്ന് പറയുന്നത് ഇപ്പോൾ ജീവനോടെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട തലനാടിലേക്ക് രക്ഷപ്പെട്ട പ്രതിയുടെ ഉമ്മയുടെ ഒരു മൊഴി തന്നെയാകും. പക്ഷേ ഇപ്പോൾ പോലീസിന് ഒരു തരത്തിലും അത്തരം കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിയുന്ന ഒരു ആരോഗ്യ സ്ഥിതിയിലല്ല അവരുള്ളത്. അത്യാസന്ന നിലയിൽ അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത്. തലയോട്ടിക്കാണ് ഈ ക്രൂരമായ ആക്രമണത്തിൽ ഈ ഉമ്മയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവർ സാധാരണ ഒരു അവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ, ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് അവർ ആരോഗ്യനില വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരുമായി അടക്കം വിശദമായ ചർച്ച നടത്തി കൃത്യമായി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. അതോടൊപ്പം തന്നെ പ്രതി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസിന്റെ സെല്ലിൽ ഈ കൃത്യമായ നിരീക്ഷണത്തിലാണ് കഴിയുന്നത്. വിദഗ്ധർ, മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ഇയാളുടെ രീതികൾ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു. കാനുല അടക്കം പറിച്ചു മാറ്റുന്ന തരത്തിലേക്കൊക്കെ അഫാന്റെ പെരുമാറ്റം മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് ആദ്യം കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചുവെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് ആ മൊഴി മാറ്റി ശീതളപാനീയത്തിൽ എലിവിഷം ചേർത്ത് കഴിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശീതളപാനീയം, അതോടൊപ്പം ഈ കുഴിമന്തിക്കൊപ്പം കഴിക്കാനായി മേടിച്ച ശീതളപാനീയവും മയണൈസും അടക്കം വീടിന് മുമ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി കുടിച്ച നിലയിലുമാണ് ഈ ശീതളപാനീയമുള്ളത്. അതിനകത്താണോ ഈ എലിവിഷം കലർത്തിയെന്ന് പ്രതി അവകാശപ്പെടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ഇയാളുള്ളത്. കാരണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. കൊലപാതകം നടത്തിയതിനു ശേഷം വളരെ ലാഘവത്തോടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഏറ്റുപറഞ്ഞ പ്രതി പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചതിനു ശേഷം അങ്ങനെയല്ല പെരുമാറുന്നത്. സാമ്പത്തികമായ ബാധ്യതയുണ്ടായിരുന്നു, അതിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു കുടുംബാംഗങ്ങളോട്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട, പ്രണയവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ കുടുംബത്തിൽ നിലനിന്നിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോഴും എന്താണ് ഇത്ര വലിയൊരു കൂട്ടക്കുരുതിയിലേക്ക് നയിക്കാനിടയായ പ്രകോപനം എന്നത് സംബന്ധിച്ച വ്യക്തമായ ഒരു ഉത്തരം പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11:30യോടെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇർഫാന്റെ പിതൃ സഹോദരൻ, പിതാവിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദയുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതോടൊപ്പം സഹോദരൻ, അതോടൊപ്പം തന്നെ ഇർഫാൻ അതായത് ഈ ഫർസാന, ഇയാളുടെ കാമുകി ഫർസാന, ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയുന്നത്. വൻ ജനാവലിയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഈ ബന്ധുക്കളും നാട്ടുകാരുമടക്കം ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി നേരത്തെ തന്നെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും